And welcome to the new video. In this video, I'll be discussing about thermal relay. Okay, so what is meant by thermal relay? Thermal relay is a relay which is working on the principle of heating effect of electrical energy or electrical current. So electrical energy heating effect in the basis വർക്ക് ചെയ്യുന്ന ഒരു റിലേ ആണ് തെർമൽ റിലേ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം കറണ്ട് കടന്നു പോകുമ്പോൾ എന്തായാലും ഇത് മെറ്റീരിയലായാലും ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കോയിലിൽ കൂടെ കറണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ റിലേയുടെ ഓപ്പറേഷൻ സിങ്ക്രോണൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഹാസ് ബൈമെറ്റാലിക് സ്ട്രിപ്സ്, ഹീറ്റിംഗ് കോയിൽസ് ആൻഡ് ദ കറണ്ട് ട്രാൻസ്ഫോമർ. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ്. ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഉണ്ട്. ബൈമെറ്റാലിക് സ്ട്രിപ്പാണ് നമ്മളിവിടെ പറയുന്നത്. അതല്ലാണ്ടും പോസിബിൾ ആണ് ബൈമെറ്റാലിക് സ്ട്രിപ്പ് തന്നെ വേണമെന്നില്ല, പക്ഷേ ജനറലി യൂസ് ചെയ്യുന്നത് ബൈമെറ്റാലിക് സ്ട്രിപ്പാണ്. സോ ബൈമെറ്റാലിക് സ്ട്രിപ്പ്, ദെൻ ഹീറ്റിംഗ് കോയിൽ ആൻഡ് ദ കറണ്ട് ട്രാൻസ്ഫോമർ. സോ കറണ്ട് ട്രാൻസ്ഫോമർ സെൻസ് ചെയ്യാനുള്ളത് വേണം. അതിൻ്റെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മൾ ഹീറ്റിംഗ് എലമെന്റ് അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത്. കറണ്ട് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി സർക്യൂട്ടിലുള്ള ഭാഗം. അപ്പോൾ ഈ മൂന്നെണ്ണം കൂടിയിട്ട് വർക്ക് ചെയ്യണതാണ് മെയിനായിട്ട് നടക്കുന്നത്. അഡീഷണൽ എലമെന്റ്സ് വേറെ വേണം, മെക്കാനിക്കൽ എലമെന്റ്സ്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ആൻഡ് ദ കറണ്ട് ട്രാൻസ്ഫോമർ സപ്ലൈസ് ദ കറണ്ട് ടു ദ കോയിൽ ഓഫ് ദ ഹീറ്റർ. സോ ഈ ഹീറ്റിംഗ് എലമെന്റ് അല്ലെങ്കിൽ ഹീറ്റർ എന്ന രീതിയിൽ പറയുന്നതിലേക്ക് കറണ്ട് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ നിന്നാണ് എന്ത് വരുന്നത്, കറണ്ട് വരുന്നത്. അതായത് അണ്ടർ ഫോൾ കണ്ടീഷനിലാണ് അവിടെ സിവിയർ ആയിട്ടുള്ള കറണ്ട് വരാൻ പോകുന്നത്. എങ്ങനെയായാലും അത് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ നോർമൽ കറണ്ടിൽ ഹീറ്റിംഗ് കുറവായിരിക്കും, ഹൈ കറണ്ട് വരുമ്പോൾ ഹീറ്റിംഗ് കൂടുതലായിരിക്കും. ഈ ഒരു പ്രിൻസിപ്പിൾ, ഈ ഒരു കാര്യം എന്താ ഹീറ്റ് ഡിഫറൻസിന്റെ ബേസിലാണെങ്കിൽ വർക്ക് ചെയ്യുന്നത്. അത് ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പിന്റെ ഒരു ബെൻഡിങ്ങും കൂടി വെച്ചിട്ടാണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. സോ ദ തെർമൽ എനർജി ഓഫ് ദ ഹീറ്റർ കോയിൽസ് വിൽ ഹീറ്റ് ദ ബൈമെറ്റാലിക് സ്ട്രിപ്പ്. സോ ഈ തെർമൽ എനർജി ബൈമെറ്റാലിക് സ്ട്രിപ്പിനെ ഹീറ്റ് ചെയ്യും. അതായത് ഇതിലെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് രണ്ട് ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഫിഗർ കാണിച്ചിട്ടുണ്ട്. താഴെ കാണിച്ചിട്ടുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആണ്, പക്ഷേ ആക്ച്വൽ കാര്യങ്ങൾ മേലത്തെ ഈ ഫിഗറിലാണ് വരുന്നത്. ഇപ്പോൾ ഞാനിത് മേലത്തെ ഫിഗർ വെച്ച് തൽക്കാലം പറയാം. സോ നമുക്കിവിടെ ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഉണ്ട്. ഇപ്പോൾ ഇതാണ് ബൈമെറ്റാലിക് സ്ട്രിപ്പ്. ഇത് ഇവിടെ ഫിക്സഡ് ആണ്, ഈ ഒരു പോയിന്റിൽ ഫിക്സഡ് ആണ്. ഓക്കെ, ഇപ്പം ഇപ്പുറത്തെ എൻഡിൽ ഇത് ഇവിടെ ഒരു ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതായത് നമുക്കിവിടെ ഒരു കോണ്ടാക്ട് ആം എന്ന് പറയാം. ഇപ്പോൾ ഒരു ആം വെച്ചിട്ട് ഇതിങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ആം എന്ന് പറയുന്നത് ബാലൻസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു എന്താ സ്പ്രിങ് വഴിയും, താഴെ ഒരു സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ് ഇവിടെ പിവോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാലൻസിലാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പിന്റെ പ്രഷറിലും കൂടിയാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേലെ കാണുന്നതാണ് റിലേ കോണ്ടാക്ട്സ്. റിലേ കോണ്ടാക്റ്റിൽ ഒരു കോണ്ടാക്ട് ഫിക്സറും മറ്റേ കോണ്ടാക്ട് മൂവബിൾ ആണ്. മൂവബിൾ ആയിട്ടുള്ള കോണ്ടാക്ട് കണക്ട് ചെയ്തിട്ടുള്ള എവിടെയാണ്, നമ്മൾ കോണ്ടാക്ട് ആംഗിളാണ്. അപ്പോൾ അണ്ടർ നോർമൽ കണ്ടീഷൻസിൽ ഇപ്പോൾ ഈ പൊസിഷൻ ഇങ്ങനെയാണ്. ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് നിൽക്കും. ഈ സ്പ്രിങ് ഒക്കെ ഈ ഒരു പൊസിഷനിൽ വന്ന് ഇവിടെ തമ്മിൽ കണക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഏത് റിലേ കോണ്ടാക്ട്സ് തമ്മിൽ ടച്ചിങ് അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നോർമൽ കണ്ടീഷൻ. പക്ഷെ വേണമെങ്കിൽ നമുക്ക് എന്താ ഈ ഒരു സാധനം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ അടിയിലാണ്, ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പിൻ്റെ അടിയിലായിട്ട് നമ്മൾ എന്ത് നിൽക്കുന്നത്, ഹീറ്റിംഗ് എലമെന്റ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഹീറ്റിംഗ് എലമെന്റ് കണക്റ്റഡ് ടു CT സെക്കൻഡറി ആണ്. അപ്പോൾ എന്തായാലും ഇതിൽ കറണ്ട് ഉണ്ടായിരിക്കും. നോർമൽ കണ്ടീഷനിൽ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് പ്രകാരം ഉണ്ടാകുന്ന ഹീറ്റിംഗ് ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പിനെ ബെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും. ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടുത്തെ ഹീറ്റ് കൂടും. അപ്പോൾ ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് പതുക്കെ ബെൻഡ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നതിന് പകരം ഇവിടെ ഒരു ബെൻഡിങ് വന്നു എന്ന് വിചാരിക്കുക. ബെൻഡിങ് വന്നാൽ എന്താവും, പതുക്കെ ഇത് ഇവിടുന്ന് ഇങ്ങനെ വിടാൻ പോകും. അപ്പോൾ ഇത് റിലീസ് ആവും. ഇത് റിലീസ് ആവുന്നതോട് കൂടിയിട്ട് എന്ത് സംഭവിക്കും, ഈ സ്പ്രിങ്ങിന്റെ പ്രഷർ ഇതൊക്കെ വെച്ചിട്ട് ഒറ്റയടിക്ക് ഇത് വന്ന് ഇവിടെ എന്താവും, അടയും. റിലേ കോണ്ടാക്ട് അടയും. റിലേ കോണ്ടാക്ട് അടയാന്ന് പറഞ്ഞാൽ ട്രിപ്പ് സർക്യൂട്ട് ക്ലോസ് ആവുന്നുള്ളൂ. അപ്പോൾ അത്രയാണ് വരുന്നുള്ളൂ. ഇപ്പോൾ നോർമൽ കണ്ടീഷൻസിൽ ഇത് ഇങ്ങോട്ട് കണക്ട് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ബെൻഡായി ഇവിടം വിട്ടു, അങ്ങനെയാണ് ഈ റിലേ കോണ്ടാക്ട് വന്നിവിടെ ക്ലോസ് ആവുന്നത്. അതേപോലെ തന്നെ താഴത്തൊരു എന്താ പറയുക, ഒരു പ്ലേറ്റും തം സ്ക്രൂവും ഫൾക്രം ഒക്കെ വെച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദ സ്പ്രിംഗ് ടെൻഷൻ ക്യാൻ ബി വാരിഡ് ബൈ ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ദ കോണ്ടാക്ട് ആം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് സെക്ടർ പ്ലേറ്റ്. സെക്ടർ പ്ലേറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഈ സെക്ടർ പ്ലേറ്റിന്റെ ഈ ലെവൽ, ഇത് മേലേക്കും താഴേക്കൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എന്താ സ്പ്രിംഗ് ടെൻഷനും മാറ്റാം. അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് ഇതിങ്ങോട്ട് അടയുന്ന ഒരു ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ റെപ്രസെൻറ്റേഷൻ ആണ് താഴത്ത് കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം ശരിക്കും ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ഓക്കെ, ഇതിലും പറയുന്നത് ഇത്ര തന്നെയുള്ളൂ. സിമ്പിളായിട്ട് എന്താ, ഇത് ഹീറ്റ് ആകുമ്പോൾ ഇത് ബെൻഡാകുമ്പോൾ ഇതോടെ പോയിട്ട് ടച്ച് ആകും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ പറയും. ശരിക്കും ആക്ച്വൽ ഇതാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം. ആൻഡ് ദ ബൈമെറ്റാലിക് സ്ട്രിപ്സ് ആർ മെയ്ഡ് ഓഫ് ദ അലോയ് ഓഫ് നിക്കൽ ആൻഡ് സ്റ്റീൽ. നിക്കൽ സ്റ്റീൽ അലോയ് വെച്ചിട്ടുള്ളതാണ് ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഉണ്ടാവുക. രണ്ട് മെറ്റൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. ബൈമെറ്റാലിക് അലോയ് ഓഫ് നിക്കൽ ആൻഡ് സ്റ്റീൽ. ആൻഡ് ദ അലോയ് ഓഫ് നിക്കൽ ആൻഡ് സ്റ്റീൽ ഹാസ് high resistivity
ആൻഡ് ഓൾസോ ദേ ആർ ഫ്രീ ഫ്രം തേർമൽ ഏജിങ്. തേർമൽ ഏജിങ്ങിൽ നിന്ന് ഫ്രീ ആണ്. കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴും ഹീറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ സമയത്ത് ഇങ്ങനെ ഹീറ്റിംഗ് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നശിച്ചു പോയത്. അപ്പോൾ അതാണ് തെർമൽ ഏജിങ്ങിന് റെസിസ്റ്റൻ്റ് ആണെന്നുള്ള രീതിയിൽ പറയുന്നത്. ആൻഡ് ദ ഇൻസുലേറ്റഡ് ലിവർ ആം ഈസ് കണക്റ്റഡ് ടു ദ ട്രിപ്പ് കോയിൽ അലോങ് വിത്ത് ദ സ്പ്രിംഗ് ആൻഡ് ദ ബയോമെറ്റാലിക് സ്ട്രിപ്സ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് വായിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ. ആൻഡ് ദ ടെൻഷൻ ഓഫ് ദ സ്പ്രിംഗ് ഈസ് വാരിഡ് ബൈ ദ ഹെൽപ്പ് ഓഫ് ദ സെക്ടർ ഷെയ്ഡർ പ്ലേറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ ടെൻഷനും നമുക്ക് വേണമെങ്കിൽ വാരി ചെയ്യാം. ആൻഡ് വെൻ ദ സിസ്റ്റം ഈസ് ഇൻ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ദ സ്പ്രിംഗ് റിമെയിൻസ് സ്ട്രേറ്റ്. അത് അതേപോലെ തന്നെ നിൽക്കും. ബൈമെറ്റാലിക് സ്ട്രിപ്പ് അതേപോലെ തന്നെ നിൽക്കും. ആൻഡ് വെൻ ഫോൾട്ട് ഒക്കേഴ്സ് ഓൺ ദ സിസ്റ്റം ദ ബൈമെറ്റാലിക് സ്പ്രിംഗ് ഈസ് ഹീറ്റഡ് ആൻഡ് ഈസ് ബെൻഡ്. ഓക്കെ, ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത് സ്പ്രിംഗ് എന്നുള്ളതുകൊണ്ട്. ആൻഡ് ദിസ് റിലീസസ് ദ കോണ്ടാക്ട് ആം ആൻഡ് ബിക്കോസ് ഓഫ് ദ സ്പ്രിംഗ് ടെൻഷൻ ദ റിലേ കോണ്ടാക്ട്സ് ആർ ക്ലോസ് വിച്ച് വിൽ ക്ലോസ് ദ ട്രിപ്പ് സർക്യൂട്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് ബെൻഡ് ആവും, ഇത് ഇവിടുന്ന് കോണ്ടാക്ട് വിടും, ഇത് വന്നിട്ട് ടച്ച് ആവും. കാരണം ഈ സ്പ്രിംഗ് ടെൻഷൻ വഴി അതിനെ അങ്ങോട്ട് വലിക്കുന്നു. ഓക്കെ, ആൻഡ് ആസ് എ കോൺസിക്വൻസ് ദ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺസ് ആൻഡ് ദ ഫോൾട്ടി സർക്യൂട്ട് ഈസ് ഐസൊലേറ്റഡ്. ഇപ്പോൾ ഇത്രയാണ് അതിലുള്ളൂ. സംഭവം സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് വരച്ച് കഴിഞ്ഞാൽ ബാക്കി പറയാം. ഇനി ഇത് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമൽ റിലേ ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ദ ലോ വോൾട്ടേജ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ ആൻഡ് ഇൻ ലോ ഔട്ട്പുട്ട് റേറ്റിംഗ് DC മോട്ടോർ. ലോ വോൾട്ടേജ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിലും ലോ ഔട്ട്പുട്ട് DC മോട്ടോർ, ലോ പവർ DC മോട്ടോറിലാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ആൻഡ് ദ തെർമൽ റിലേ ഹാസ് ലോ ഓവർലോഡിംഗ് കപ്പാസിറ്റി. ലോ ഓവർലോഡിംഗ് കപ്പാസിറ്റി ആണ് ഇതിനുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ആൻഡ് ദ ഓപ്പറേറ്റിംഗ് ടൈം 6 to 7 times മോർ ദാൻ ദ ഫോൾട്ടി കറണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റ് ചെയ്യും. പക്ഷേ ഇതിപ്പോൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. തെർമൽ റിലേസ് ആർ നൗ ഒബ്സൊലീറ്റ് ആസ് മാഗ്നറ്റിക് റിലേസ് ആർ അവൈലബിൾ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ടൈപ്പ് റിലേസ് ഉള്ളത് കൊണ്ട് ഈ തെർമൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള റിലേസ് ഒബ്സൊലീറ്റ് ആയി പോയി. അപ്പോൾ ഇത് തന്നെ ബൈമെറ്റാലിക് സ്ട്രിപ്പ് വെച്ചിട്ടുള്ളതാണ്. അല്ലാത്ത കേസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് യൂണിമെറ്റാലിക് സ്ട്രിപ്പ് വെച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ്. ഇപ്പോൾ ഇതൊന്നും വേണ്ട, നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, തെർമൽ റിലേസ്.